ഞാൻ പറയാൻ പോകുന്ന അതിഭയങ്കരമായി സത്യം കേട്ടിട്ട് നിങ്ങൾ ഞെട്ടരുത്. സപ്ലൈകോയിൽ സബ്സിഡി വെട്ടിപ്പ് സത്യമാണോ? ഞാൻ ജീവിതത്തിൽ ഇതുവരെ അതേ പറഞ്ഞിട്ടുള്ളൂ. സബ്സിഡി മുളക് പൊതുവിപണിയിലെ വിലയ്ക്ക് വിറ്റ് സപ്ലൈകോ. മുളകിന് 35% സബ്സിഡി നൽകുമെന്നാണ് സർക്കാരിന്റെ പ്രഖ്യാപനം. സംസ്ഥാനത്ത് പൊതുവിപണിയിൽ ഇടപെടുകയാണ് സപ്ലൈകോയുടെ ദൗത്യം. എന്നാൽ സംഭവിക്കുന്നത് എന്താണ്? അരിയും എണ്ണയും മുളകുമടക്കം 13 ഇനം സാധനങ്ങളാണ് സബ്സിഡിയിൽ സപ്ലൈകോ സ്റ്റോറുകളിൽ വിൽക്കുന്നത്. ഈ സാധനങ്ങൾക്ക് 35% വിലക്കുറവുണ്ടാകുമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപനം. എന്നാൽ ഈ ആനുകൂല്യം പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? പരിശോധിക്കാം. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? തിരുവനന്തപുരം ചാല മാർക്കറ്റിലാണ് ഞാനുള്ളത്. ഇവിടെ മുളകിന്റെ ഒരു വ്യാപാരശാലയാണ്. ഇവിടെ ആളുണ്ട്, ചോദിക്കാം. എത്ര രൂപയാണ് മുളകിന് വില ഇപ്പോൾ പൊതുവിൽ? ഇത് 125 കിലോ, ഒരു കിലോയ്ക്ക്. മറ്റേതാണെങ്കിൽ 128, ശരാശരി 130, 135 ആ റേഞ്ചിൽ വരും. ഇപ്പൊ മുളകിന് ഇപ്പൊ എങ്ങനെയാ വില? 125, 125, പിന്നെ കൂടിയ 140 വരെ. തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന വ്യാപാര സ്ഥാപനങ്ങളിലെല്ലാം ഞങ്ങൾ മുളകിന്റെ വില അന്വേഷിച്ചു. 120 രൂപ മുതൽ 140 രൂപ വരെയാണ് തിരുവനന്തപുരം നഗരത്തിൽ 1 കിലോ മുളകിന് പൊതുവിപണിയിൽ പൊതുജനം നൽകേണ്ടി വരുന്നത്. പരമാവധി 140 രൂപ എടുത്താൽ 1/2 കിലോ മുളകിന് നൽകേണ്ടത് 70 രൂപ. ഇതൊക്കെ എന്ത്? അങ്ങനെയെങ്കിൽ 35% സബ്സിഡി സപ്ലൈകോ സ്റ്റോറുകളിൽ ലഭിക്കണം. 24.5 രൂപ കുറയണം. എന്നാൽ ഒരു സപ്ലൈകോ സ്റ്റോറിലെ വിലവിവരം നമ്മൾ പരിശോധിക്കുകയാണ്. മുളകിന് വില 1/2 കിലോയ്ക്ക് 70 രൂപ 36 പൈസയാണ്. 2 രൂപ പാക്കിംഗ് ചാർജ് അടക്കം പൊതുജനം നൽകേണ്ടത്. വിപണിയിൽ 1/2 കിലോ മുളക് വാങ്ങേണ്ട അതേ തുക തന്നെ സപ്ലൈകോ സ്റ്റോറിലും നൽകേണ്ടി വരുന്നു എന്ന് ചുരുക്കം. സബ്സിഡി എവിടെ സർക്കാരെ? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. പാമ്പ് കടിച്ചവന്റെ തലയിൽ തേങ്ങ വേണമെന്ന് പറഞ്ഞു. ഇടിവെട്ടിവന്റെ തലയെ പാമ്പ് കടിച്ചെന്ന് പറയടേ. എല്ലാം ഒന്ന് തന്നെ.